ദേ നോക്കിയേ, മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുക. രാവിലത്തെ ശാപ്പാടൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചക്കലത്തേക്കുള്ളത്. അതിനായിട്ട് ഞാൻ കുക്കറിലാട്ടോ അരി കഴുകിയിടുന്നത്. അതാവുമ്പോൾ പെട്ടെന്നാവുമല്ലോ. പൊട്ടിപ്പിടിക്കുന്ന പരിപാടിയൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് ചോറ് കിട്ടും. അതടുപ്പത്ത് വെച്ചു. പിന്നെ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാനായിട്ട് വെച്ചു. ഇനി അടുത്ത പരിപാടി എന്താ? കറി എന്തേലും വെക്കണ്ടേ? ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ചെറുവയറ്റും പരിപ്പ് ഒന്ന് വറക്കാനായിട്ടിട്ടു. ഇവിടെ എല്ലാവർക്കും അത് നെയ്യ് ഒഴിച്ച് കഴിക്കുന്നത് വലിയ ഇഷ്ടം. ഒന്ന് ആറിയ ശേഷമാണ് നന്നായിട്ട് കഴുകി അത് വേവിക്കാൻ വെച്ചു. ഇനി അടുത്ത പരിപാടി എന്താ? ഇവിടെ മോന് സോയാ ഫ്രൈ ഭയങ്കര ഇഷ്ടം. കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മൈദയും ഗരം മസാലപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സോയ നന്നായിട്ട് തിളപ്പിച്ച് പിഴിഞ്ഞ് മാറ്റി വെച്ചതും എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെക്കാം. അതിനുശേഷം ചട്ടി ചൂടാക്കി കുറച്ച് കറിവേപ്പിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാണ്ടല്ലോ ചിക്കൻ അങ്ങോട്ട് മാറി നിൽക്കും. നല്ല ടേസ്റ്റാ. ഇനി അടുത്ത പരിപാടിയാണ് ക്യാബേജ് തോരൻ്റെ. അതിന് വേണ്ടിയിട്ട് കടുക് വറുത്തു, ക്യാബേജ് ഇട്ടു, തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയൊക്കെ കൂടി അരച്ചു, അതോടെ ഇട്ടു, മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ക്യാബേജ് തോരൻ റെഡി. അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഒരു പൂച്ചക്കുട്ടൻ. അവൻ പ്രാണികളെയൊക്കെ പിടിച്ച് കളിച്ചിങ്ങനെ രസിച്ചിരിക്കുക. ഒരു രസമല്ലേ? ഇവിടെ പിന്നെ എല്ലാവർക്കും പപ്പടം വേണം കേട്ടോ. അങ്ങനെ പപ്പടവും കാച്ചി മുട്ട പുഴുങ്ങാനിട്ടു. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് മുട്ട പുഴുങ്ങിയാൽ പൊട്ടിപ്പോവില്ല. അതിനുശേഷം മുട്ട പുഴുങ്ങിയിട്ട് അത് വേവിച്ച് ഇതുപോലെ തന്നെ ഇതിനു മുമ്പ് ഞാൻ ഈ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ട കൊണ്ടുള്ള അതും ഒരു ഫ്രൈ പോലെ മസാലയൊക്കെ പുരട്ടി അതും എടുത്തു. പിന്നെ ഉച്ച സമയമായി. എല്ലാം കൂടി കൂട്ടിയുള്ള ലഞ്ച് അടിപൊളിയായിരുന്നു. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ.